ഫോർമൽ എത്തിക്കൽ പോളിസി അതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഔദ്യോഗികം, ഫോർമൽ എന്ന് വെച്ചാൽ ഔദ്യോഗികമല്ല, പ്രാക്ടിക്കലായിട്ടുള്ള എത്തിക്കൽ പോളിസീസാണ് പറയുന്നത്. അപ്പോൾ ഫോർമൽ എത്തിക്കൽ പോളിസീസിന് പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. കൃത്യമായ എത്തിക്കലായിട്ടുള്ള പോളിസിയാണ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എത്തിക്കലായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ട്, environment is a formal good or ethical policies can lead to decreased job satisfaction. എത്തിക്കലായിട്ടാണ് ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകുന്നതെങ്കിൽ എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മൂന്ന്, ഡിക്രീസ്ഡ് പ്രഷർ ടു വയലേറ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യാനുള്ള പ്രഷേഴ്സ് വളരെ കുറവായിരിക്കും എങ്ങനെയാണെങ്കിൽ എത്തിക്കലായിട്ടുള്ള ബിസിനസ് പോളിസീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എത്തിക്കലായിട്ട് അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള എത്തിക്കൽ പോളിസീസാണ് ഉള്ളതെങ്കിൽ. ഇൻക്രീസ്ഡ് ട്രസ്റ്റ് ഉണ്ടാവും മാനേജ്മെൻറ്റിൽ. ഗ്രേറ്റ് കൺസിസ്റ്റൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ്, കൃത്യമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫോർമൽ എത്തിക്കൽ പോളിസീസാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ആൻഡ് ഫ്യൂവർ വയലേഷൻസ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ജസ്റ്റ് ടു നെയിം എ ഫ്യൂ, ലോജിക്കലി ഇറ്റ് ഈസ് ഓഫൻ ട്രൂ ഓർ ഗുഡ് തിങ്സ് ഈക്വൽ ഗുഡ് ബിസിനസ്. അത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത്. ഇനി എങ്ങനെ നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നടപ്പാക്കാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റിങ് എ കോഡ് ഓഫ് എത്തിക്സ് പോളിസി റിക്വയർ കെയർഫുൾ സ്റ്റഡി. കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലൊരു സ്റ്റഡി വേണം. ടൈം ആൻഡ് ട്രെയിനിങ്, കൃത്യമായ സമയം നമുക്ക് ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. എ കോഡ് ഓഫ് എത്തിക്സ് ക്യാൻ അപ്ലൈ നോട്ട് ജസ്റ്റ് ടു ഇൻഡിവിജ്വൽസ്, അല്ലേ. കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബോർഡ് ഓഫ് മെമ്പേഴ്സ്, ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ഇതിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്വലി. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഒരു കമ്പനീസ് ബിസിനസ്സിൻ്റെ മുകളിൽ നമുക്ക് എത്തിക്സ്, ഈ ഫോർമൽ എത്തിക്കൽ പോളിസീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത്, കോഡ് ഓഫ് എത്തിക്സിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് വാല്യൂ ബേസ്ഡ് കോഡ് ഓഫ് എത്തിക്സും, രണ്ട് കംപ്ലയിൻസ് ബേസ്ഡ് കോഡ് ഓഫ് എത്തിക്സും. എന്താ വാല്യൂ ബേസ്ഡ് എന്ന് നമുക്ക് നോക്കാം. എ കോർപ്പറേറ്റ് വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ വാല്യൂസ് ഓർ പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, അതായത് ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ വാല്യൂസിൻ്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഓഫ് എത്തിക്സിനെയാണ് നമ്മൾ വാല്യൂ ബേസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കംപ്ലയിൻസ് എന്ന് വെച്ചാൽ മലയാളാർത്ഥം ആജ്ഞാനുവർത്തിത്വം എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. ഓക്കെ, അതനുസരിക്കുക എന്നുള്ളത്. കംപ്ലയിൻസ് ബേസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് ഈസ് കംപ്ലയിൻസ് ഡോക്യുമെൻറ്റ്, അതായത് ആജ്ഞകളാണ്. ദാറ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് എംഫസിസ് റൂൾസ് ആൻഡ് റിട്ടൺ പ്രൊസീജിയേഴ്സ്, അതായത് എഴുതി വെക്കപ്പെട്ട ലിഖിതമാക്കപ്പെട്ട നിയമങ്ങളും പ്രൊസീജിയേഴ്സും അത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളതാണ് കംപ്ലയിൻസ് ബേസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്ന് പറയുന്നത് അത് റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സൊക്കെയാണ്. അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി എ ഹൈബ്രിഡ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ വാല്യൂസ് ആൻഡ് ഹൗ ദീസ് വാല്യൂസ് ആർ ടു ബി അപ്ലൈഡ്. ഇതിൽ നിന്നും കൂടാതെ ഒരു ഹൈബ്രിഡായിട്ട്, അത് രണ്ടിൻ്റെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ടെക്സ്ചറും കൂടിയുണ്ട്. അതിൽ പറയുന്നത് എന്താ, ഓർഗനൈസേഷൻ്റെ വാല്യൂസ് അത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഷുഡ് റിഫ്ലക്ട് ദ എത്തിക്സ് ഓഫ് ദി കമ്പനി. ഒരു ഓർഗനൈസേഷനകത്തെ കമ്മ്യൂണിക്കേഷൻ ആ ഓർഗനൈസേഷൻ്റെ എത്തിക്സിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർമലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഉള്ളതെങ്കിൽ അത് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് അവിടെ പറയുന്നത്. Okay, so hence a code of ethics that has honesty as a core value may require that internal and external communication be truthful and respectful എന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞത് ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് സത്യസന്ധത, ഹോണസ്റ്റി എന്ന സത്യസന്ധത, കോർ വാല്യൂ മേ ബി, അങ്ങനെ സത്യസന്ധതയാണ് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് ഓർഗനൈസേഷൻ ഉള്ളതെങ്കിൽ അവിടുത്തെ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ സത്യസന്ധവും ബഹുമാനം കൊടുക്കുന്ന രീതിയിലുള്ള, ബഹുമാനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. So, the ethics policy should also be communicated to board of members and employees before they join the company.
നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള എത്തിക്സ് പോളിസീസ് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ എംപ്ലോയീസിനെ അവർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ദ കമ്പനീസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ കൈൻഡ്സ് ഓഫ് ഡിസിഷൻ നീഡ് ടു ബി മെയ്ഡ് ആൻഡ് ആക്ഷൻസ് ടു ബി ടേക്കൺ ആർ കമ്മ്യൂണിക്കേറ്റഡ്. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ ഉൽപ്പന്നങ്ങൾ, അവരുടെ സേവനങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഓർ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ക്യാൻ ഡിസൈഡ് വെദർ എംപ്ലോയ്മെൻറ്റ് വിത്ത് ദ കമ്പനീസ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ വാല്യൂസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നേ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിനോടും എംപ്ലോയീസിനോടും പറയുന്ന സമയത്ത് അവർക്ക് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ വാല്യൂസിനനുസരിച്ചാണോ ഇവിടെ, അല്ലെങ്കിൽ എൻ്റെ എത്തിക്സിനനുസരിച്ചാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, എനിക്കിവിടെ ജോയിൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റിങ് എ കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് പോർഷനാണ് പറയുന്നത് എത്തിക്കൽ ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ എത്തിക്കൽ ഇമ്പാക്ട്സ് ആണ് നോക്കുന്നത്. പ്രധാനമായിട്ടും 6 ഇമ്പാക്ട്സുകളാണ് അവിടെ പറയുന്നത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അവിടെ പറഞ്ഞുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഗ്ലോബലൈസേഷൻ പ്രൊവൈഡ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി ബട്ട് ഓൾസോ ഗ്രേറ്റർ റിസ്ക്. ലാക്ക് ഓഫ് റെഗുലേഷൻ ഓഫ് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലീഡ്സ് ടു അഡീഷണൽ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് വൊളാറ്റിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ലാഭത്തിനുള്ളൊരു അവസരം നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ വലിയ റിസ്ക്, അതായത് നഷ്ടസാധ്യതയും നമുക്ക് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെട്ട സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്ട് നമുക്ക് അഡീഷണൽ ഫിനാൻഷ്യൽ റിസ്ക്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടസാധ്യതകൾ കൂടാനുള്ള സാധ്യത അവിടെ നമ്മൾ കണ്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പാക്റ്റാണ് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറയുന്നത്. Corporations outsource productions to developing countries in order to reduce cost of global marketplace. This provides jobs but also raise the potential for exploitation of employees through poor working condition. അതായത് നമ്മുടെ ഡെവലപ്ഡ് രാജ്യങ്ങൾ, അതായത് വികസിത രാജ്യങ്ങളിൽ അവരുടെ ഉൽപ്പാദനം എവിടത്തേക്ക് മാറ്റും, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് മാറ്റും. കാരണം എന്താ, വളരെ ചുരുങ്ങിയ ചിലവിൽ അവർക്ക് വലിയ തോതിൽ മാനുഷിക വിഭവങ്ങളും ബാക്കിയുള്ള റിസോഴ്സസും കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ എംപ്ലോയീസിനെ അവർ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും, അതായത് ചൂഷണം ചെയ്യും. എങ്ങനെ, പൂർ വർക്കിംഗ് കണ്ടീഷൻസ് കൊടുത്തിട്ട് എംപ്ലോയീസിനോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അത് എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലൈസേഷൻ്റെ. നെക്സ്റ്റ് ഇമ്പാക്റ്റാണ് കൺസ്യൂമേഴ്സ്. Global products provide social benefits to consumers across the globe but may also meet protest about cultural imperialism and westernization. Globalization can bring cheaper price to customers but susceptible consumers in developing countries may also face the possibilities of exploitation by MNCs. അതായത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഉപഭോക്താക്കള ഈ MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ട്. അതായത് ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിന് ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് മികച്ച പരസ്യങ്ങളിലൂടെയും മികച്ച ലേബലിങ്ങിലൂടെയും കസ്റ്റമേഴ്സിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും അവരെ അത് വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും വാങ്ങിപ്പിച്ച് ഉപയോഗിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ അത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അത് മാത്രമല്ല അവിടെ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വെസ്റ്റേണലൈസേഷൻ, അതായത് നമ്മളെ പാശ്ചാത്യവൽക്കരണം നടക്കുന്നുണ്ട്. ഈ ഭക്ഷണക്രമത്തിലായാലും വസ്ത്രത്തിലായാലും എല്ലാറ്റിലായാലും ഒരു പാശ്ചാത്യവൽക്കരണം പല രാഷ്ട്രങ്ങളിലും നടക്കുന്നുണ്ട്. അത് ഏതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്, നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ ഇപ്പോൾ യൂസ് ആൻഡ് ത്രോസ് കൾച്ചറൊക്കെ വരുന്നു എന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് സപ്ലയേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, വിതരണക്കാരും നമ്മുടെ മത്സരാർത്ഥികളും. സപ്ലയേഴ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഫേസ് റെഗുലേഷൻസ് ഫ്രം MNCs ത്രൂ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ സപ്ലയേഴ്സിന് എന്തുണ്ട്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട്. MNCs അല്ലേ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് MNCs മുഖാന്തരം നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡിജിനസ് കോമ്പറ്റീറ്റേഴ്സ് എക്സ്പോസ് ടു പവർഫുൾ ഗ്ലോബൽ പ്ലെയേഴ്സ് അല്ലേ. അപ്പോൾ ചെറുകിട വ്യവസായ സംരംഭകർ ആരുമായിട്ടാണ് ഇവിടെ മത്സരിക്കേണ്ടത്, വലിയ കുത്തക മുതലാളിമാരുമായിട്ടാണ് മത്സരിക്കേണ്ടത്. അത് കോമ്പറ്റീറ്റേഴ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി സിവിൽ സൊസൈറ്റി, അത് സാധാരണ NGOs, പ്രഷർ ഗ്രൂപ്പ്സ് പോലെയുള്ളത്. എ ഗ്ലോബൽ ബിസിനസ് ആക്ടിവിറ്റീസ് ബ്രിങ് ദ കമ്പനി ഇൻ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻസ് ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ് വിത്ത് പോസിബിലിറ്റീസ് ഫോർ ഇറോഷൻ ഓഫ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ലൈഫ്. ഗ്ലോബലി ആക്റ്റീവ് പ്രഷർ ഗ്രൂപ്പ് എമേർജ് വിത്ത് എയിം ടു പോലീസ് ദ കോർപ്പറേഷൻസ് ഇൻ കൺട്രീസ് വെയർ ഗവൺമെൻറ്റ്സ് ആർ വീക്ക് ആൻഡ് ടോളറൻറ്റ്. അതായത് നമ്മുടെ സിവിൽ സൊസൈറ്റി, ഇപ്പോൾ പ്രഷർ ഗ്രൂപ്പ്സും NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ
ഡെവലപ്മെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ബർത്തിലേക്ക് നയിച്ചൊരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ. കാരണം എന്താ പറയുന്നത്, ഈ ഗ്ലോബൽ ബിസിനസ് എന്ത് ചെയ്തു, ഈ സാധാരണ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ മാക്സിമം അവരുടെ ട്രഡീഷൻസിനെയും അവരുടെ കമ്മ്യൂണിറ്റി ലൈഫിനെയൊക്കെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ പ്രഷേഴ്സ് കാരണം ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റീൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ബിസിനസ്സിൻ്റെ പ്രഷേഴ്സ് കാരണം ഈ ലോക്കൽ കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് എന്ന രൂപയാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ എന്താ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ NGOസും അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് മാറും. ലാസ്റ്റ് പോയിൻ്റാണ് ഗവൺമെൻറ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ വീക്കൻ ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻക്രീസ് ദ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ഫോർ ജോബ്സ്, വെൽഫെയർ, മെയിൻ്റനൻസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എക്സെട്ര. അല്ലേ, ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഗവൺമെൻറ്റിന് അത് തളർത്തി എന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്തു, കോർപ്പറേറ്റ് റെഗുലേഷൻസ് ഫോർ ജോബ്സ് അല്ലേ, കോർപ്പറേറ്റ് തലത്തിൽ ജോലികൾക്കുള്ള റെഗുലേഷൻസ് കൂട്ടി, വെൽഫെയറുകൾ ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ ചെയ്യുന്നത് അവർ തന്നെയാണ്. ആര്, ഈ MNCs തന്നെയാണ്. അവിടെ ഗവൺമെൻറ് റോളില്ല. ഗ്ലോബലൈസേഷൻ ഈസ് ഓൾസോ കൺഫ്രണ്ട് ഗവൺമെൻറ് വിത്ത് കോർപ്പറേഷൻ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചറൽ എക്സ്പെക്ടേഷൻ അബൌട്ട് ഇഷ്യൂസ് സച്ച് ആസ് ബ്രൈബറി, കറപ്ഷൻ, ടാക്സേഷൻ ആൻഡ് ഫിലാന്ത്രോഫി. അല്ല, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. എന്ത് ചെയ്തു, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവിടെ ബ്രൈബറി, പണം പിടിച്ചു വാങ്ങുന്ന അവസ്ഥയുണ്ടായി, കറപ്ഷൻ, കൊള്ളയടിയുണ്ടായി, ടാക്സേഷൻ വന്നു, കൊള്ളിവെപ്പ് വന്നു. ഇങ്ങനെയുള്ള മോശപ്പെട്ടുള്ള അവസ്ഥകളൊക്കെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നു എന്നാണ് പറയുന്നത്.